ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൽഹംദുലില്ലാ, വളരെ മനോഹരമായ പാരായണം നമുക്ക് ശ്രവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകി. അൽഹംദുലില്ലാ, അല്ലാഹു പാരായണം ചെയ്തവർക്കും അത് കേട്ടവർക്കും കൂടെ പാരായണം ചെയ്തവർക്കും തക്കതായ പ്രതിഫലം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. രണ്ടാമത്തെ ജുസയാണ് നമ്മൾ ഇന്ന് ഓതി കേട്ടത്. അൽഹംദുലില്ലാ, ഒരുപാട് വിഷയങ്ങൾ ഈ ജുസിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ജുസിയിൽ അവസാനം പറഞ്ഞു നിർത്തിയത് തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലകും മാ കസബ്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. കഴിഞ്ഞു പോയ ആ സമുദായം അല്ലെ, അവരെ കുറിച്ച് അവർ സമ്പാദിച്ചത് അവർക്കുണ്ട്, നിങ്ങൾ സമ്പാദിച്ചത് നിങ്ങൾക്കുണ്ട്, അവരെ കുറിച്ച് അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കൂല. അപ്പൊ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, നമ്മൾ സമ്പാദിച്ചതാണ് നമുക്കുണ്ടാവുക, മറ്റുള്ളവരുടെ കാര്യം നമ്മളോട് ചോദിക്കൂല. കഴിഞ്ഞു പോയവരുടെ കാര്യം നമ്മളോട് ചോദിക്കൂല, നമ്മളെ കാര്യം നമ്മളോട് ചോദിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന അവസരത്തിൽ ഏറ്റവും സൽക്കർമ്മങ്ങൾ ഒരുപാട് ഉള്ളവരായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ ഒരു ജുസിന്റെ തുടക്കത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു സംഭവം, അതായത് ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഒരു വലിയൊരു സംഭവമാണ് നമുക്ക് അറിയിച്ചു തരുന്നത്. അതായത് ഖിബല മാറ്റം എന്നുള്ള ആ ഒരു മഹത്തായ സംഭവം. ആദ്യ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിന്റെ ഖിബല എന്നുള്ളത് ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നല്ലോ അല്ലെ. ശരിക്കും നമ്മൾ കഴിഞ്ഞ ജുസയില് ബനൂ ഇസ്രായേലിനെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളമായി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അവർ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ധാരാളം ലഭിക്കുകയും എന്നാൽ ധാരാളമായി അള്ളാഹുവിനെ നന്ദികേട് കാണിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്ത ഒരുപാട് ചരിത്രങ്ങൾ. എന്നാൽ നമുക്ക് ഈ ഖിബല മാറ്റം എന്ന ഈ ഒരു ചരിത്രത്തിലൂടെ നമുക്ക് അറിയിച്ചു തരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ അവർ അള്ളാഹുവിന്റെ കൽപ്പനകളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ പൂർണ്ണമായും ശിരസാ വഹിച്ച ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അള്ളാഹു തആല ഈ ഖിബല മാറ്റത്തെ കുറിച്ച് അവരോട് കൽപ്പിച്ച സന്ദർഭത്തിൽ യാതൊരു മടിയും ഇല്ലാതെ അവർ അതിനെ പൂർണ്ണമായും അനുസരിക്കുന്ന ആ ഒരു കാഴ്ച, സുബ്ഹാനല്ലാഹ്. ഇതിൽ നിന്നൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം എന്താണെന്ന് വെച്ചാല്, അതെന്താണ് അങ്ങനെ എന്ന് അള്ളാഹുവിന്റെ കൽപ്പനകളോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾക്കോ ശർഈയായ വിധിവിലക്കുകൾക്കോ നമ്മൾ അതെന്താ അങ്ങനെ എന്നൊരു ചോദ്യം നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു പറഞ്ഞതാണോ അത് നമുക്ക് ഹൈറായിരിക്കും, അതിലെന്തെങ്കിലും ഹിക്മത്ത് ഉണ്ടാവും, അത് നമ്മൾ അനുസരിക്കുക. അതാണ് സഹാബാക്കളുടെ പാത എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ സഹാബാക്കൾക്കുണ്ടായ ആ ഒരു ഈമാൻ അള്ളാഹു നമുക്കും തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പൊ ആദ്യ ഭാഗങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഖദിനറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ എന്നുള്ള ആയത്തിലൂടെ അള്ളാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ഇഷ്ടത്തെ അള്ളാഹു തആല കാണിച്ചത്. അത് എപ്പോഴും അള്ളാഹിന്റെ റസൂൽ ആഗ്രഹിക്കുമായിരുന്നു, മസ്ജിദുൽ ഹറാമിലേക്ക് ഖിബല ആയിരുന്നെങ്കിൽ എന്ന്. അള്ളാഹു തആല ആ ഇഷ്ടത്തെ കണ്ടറിഞ്ഞ് അള്ളാഹു ആ ഒരു നിയമത്തെ പ്രാവർത്തികമാക്കി കൊടുക്കുകയാണ് ചെയ്തത്. സുബ്ഹാനല്ലാഹ്. പിന്നെ അവിടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, വേദഗ്രന്ഥം ലഭിച്ച വേദക്കാരായ ആളുകളെ കുറിച്ച് അള്ളാഹു തആല ഇവിടെയും പിന്നെയും പരാമർശിക്കുന്നുണ്ട്. അതായത് അവര് എന്ത് പറഞ്ഞാലും എല്ലാറ്റിനും എതിരഭിപ്രായങ്ങളും എല്ലാം ഉണ്ടാവും അല്ലെ. അപ്പൊ അവരെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു തആല പറയുന്നുണ്ട്, അല്ലദീന ആതൈനാഹുൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായി അറിയാന്നാ പറയുന്നത്. പക്ഷെ അവർക്ക് അവരെ മക്കളെ അറിയുന്ന പോലെ അറിയാം. പക്ഷെ അവരെന്താക്കുന്നത്, സത്യത്തെ മറച്ചു വെക്കുകയാ ചെയ്തത്, അറിഞ്ഞുകൊണ്ട് സത്യം മറച്ചു വെക്കുകയാ ചെയ്തത്. എന്നാ അള്ളാഹുവിങ്കൽ നിന്നുള്ള ആ സത്യം അത് അവരെന്ത് തന്നെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അതങ്ങനെ മറച്ചു വെക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളത് നമുക്ക് അള്ളാഹു തആല ബോധ്യപ്പെടുത്തി തരുന്നല്ലേ. എവിടെയായിരുന്നാലും നമ്മളെ മുഖം അള്ളാഹുവിലേക്ക് തിരിയണം. അതാണ് നമുക്ക് അള്ളാഹു തആല അറിയിച്ചു തരുന്നത്. അതുപോലെ
വളരെയേറെ നമ്മൾ ഓർക്കേണ്ട ഒരു ആയത്താണ് 152 ആയത്ത്. ഫദ്കുറൂനി അദ്കുർക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നമ്മൾ ഓരോരുത്തരും വളരെയേറെ നമ്മൾ ഹൃദയത്തിൽ കൊണ്ട് സൂക്ഷിക്കേണ്ട ഒരു ആയത്താണ്. അള്ളാഹു തആല പറയുന്ന ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കൂ, ഞാൻ നിങ്ങളെ ഓർക്കാം. നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കുക, നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിക്കരുത്. അള്ളാഹുവിന്റെ ഈ സുന്ദരമായ വചനങ്ങൾ നമ്മളെപ്പോഴും പാരായണം ചെയ്യുന്നതാണ് അല്ലെ. നമ്മൾ അള്ളാഹുവിനെ സദാ ഓർക്കുന്നവരാകണം. ഏതൊരു കർമ്മവും ശ്രേഷ്ഠമാകുന്നത് അള്ളാഹുവിന്റെ ദിക്ർ ഉണ്ടാവുമ്പോഴാണ് അല്ലെ. നമ്മളെ നമസ്കാരമാകട്ടെ, നമ്മളെ ദാനധർമ്മങ്ങളാകട്ടെ, നമ്മളെ ഖുർആൻ പാരായണമാകട്ടെ, നമ്മളെ നോമ്പാകട്ടെ, അതൊക്കെയും ഏറ്റവും ശ്രേഷ്ഠമാകുന്നത് അവിടെയൊക്കെ എത്രത്തോളം നമ്മൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ധാരാളമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം തന്നെ അള്ളാഹു വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ആഹ്വാനം ചെയ്യുന്നില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ 153 ആയത്തിൽ, ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടാൻ. നിശ്ചയമായും അള്ളാഹു ശ്രമിക്കുന്നവരോടൊപ്പമാണ്. ഓരോ ആയത്തുകളും എടുത്തു പറയാൻ വളരെ സമയം വൈകും. എന്നാലും ചില ആയത്തുകൾ നമുക്ക് പറയാതിരിക്കാൻ കഴിയൂല അല്ലെ. അള്ളാഹു തആലയുടെ പരീക്ഷണത്തെ കുറിച്ച് അള്ളാഹു തആല പറയുന്ന 155 ആയത്തില്, വലനബുലുവന്നക്കും, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല പറയുന്നു. എന്തൊക്കെ? ഭയം, വിശപ്പ്, പട്ടിണി, പ്രിയപ്പെട്ടവരുടെ വേർപാട്, ഫലവർഗ്ഗങ്ങള് എല്ലാം കൊണ്ട് പരീക്ഷിക്കും പറയുന്നുണ്ട്. എന്നാൽ അവിടെയും അള്ളാഹു തആല പറയുന്നുണ്ടാ, വബശ്ശിരി സ്വാബിരീൻ, ക്ഷമാലുക്കൾക്ക് അള്ളാഹു തആല സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞു ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, അള്ളാഹുവിന്റെ മഅയ്യത്ത്, ക്ഷമിക്കുന്നവരുടെ കൂടെ അള്ളാഹു കൂടെ ഉണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, നമുക്ക് നമ്മളെ റബ്ബ് കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിലും വലിയ ആശ്വാസം എന്താ ഉള്ളത് അല്ലെ. ക്ഷമാലുകൾക്ക് അള്ളാഹു തആല സന്തോഷ വാർത്ത അറിയിക്കുന്നു പറയുമ്പോ അൽഹംദുലില്ലാ. അപ്പോ എന്തൊരു പരീക്ഷണം വന്നാലും ഒരു വിശ്വാസിയുടെ വായിൽ നിന്ന് വരേണ്ടത് എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഓരോ പാഠങ്ങൾ അള്ളാഹു തആല നമുക്ക് പറഞ്ഞു തരും. തുടർന്ന് 158 ആയത്തില് അള്ളാഹു തആല സഫ മർവ, അത് അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളാണ് എന്ന നിലക്ക് ആരെങ്കിലും ഹജ്ജ് ഉംറ പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെ തവാഫ് അവിടെ ചെയ്യുന്നതിൽ വിരോധമില്ല എന്നുള്ള രീതിയിൽ, അതായത് പിന്നെ അവിടെ അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ ആദരിക്കാന്നുള്ള ആ ഒരു കാര്യം കൂടി അള്ളാഹു തആല നമുക്ക് അവിടെ അറിയിച്ചു തരികയാണ്. അതേപോലെ ഏതൊരാൾ 160 ആയത്തിൽ അള്ളാഹു തആല പറയുന്ന പിന്നെ അള്ളാഹുവിന്റെ ഹിദായത്ത്, യഥാർത്ഥമായ ഹിദായത്ത്, ഹുദ, വ്യക്തമായ തെളിവ് വന്നതിന് ശേഷം അത് മറച്ചു വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകും എന്ന് പറയുന്നുണ്ട്. എന്നാൽ തൗബ ചെയ്യുകയും നമ്മുടെ നിലപാടുകൾ, നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കുകയും ചെയ്താൽ അള്ളാഹു തആല ആ പശ്ചാത്താപത്തെ ഏറെ സ്വീകരിക്കുന്നവനാണ്, പുറത്തു തരുന്നവനാണെന്ന് പറയുന്നു. എന്നാൽ ഒരാൾ അവിശ്വാസിയായിക്കൊണ്ട് മരണപ്പെട്ടാൽ, അവിശ്വാസിയായി ജീവിച്ച് തൗബ ചെയ്യാതെ അയാൾ മരണപ്പെട്ടാൽ അയാൾക്ക് അള്ളാഹുവിന്റെയും മലക്കുകളുടെയും മുഴുവൻ ജനങ്ങളുടെയും ശാപമുണ്ടാകുമെന്ന് പറയുന്നു. മാത്രമല്ല 160, 161, 162 ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന അവര് നരകശിക്ഷയില് സ്ഥിരവാസികളായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഇവിടെ തൗബയുടെ പ്രാധാന്യത്തെ നമ്മൾ അറിയിക്കുകയാണ് അള്ളാഹു തആല. നമ്മൾ മരണം എന്നുള്ളത് നമ്മളെ മുമ്പിൽ എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അതിനൊരു സമയം നമുക്ക് അറിയില്ല, നിശ്ചയിച്ച സമയം നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ ഒരു പാപി ആയിക്കൊണ്ട്, ഒരു കാഫിർ ആയിക്കൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും നമ്മൾ പശ്ചാത്താപ മനസ്സോട് കൂടി അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുന്ന, ധാരാളമായി നന്മകൾ ചെയ്യുന്ന, മരണം ഏറ്റവും നല്ല അവസ്ഥയിലായിക്കൊണ്ട് അള്ളാഹു തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. എപ്പോഴും ഹസ്നുൽ ഖാത്തിമക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്ന ഒരു അവസ്ഥയിലായിരിക്കണം. അതുപോലെ തുടർന്ന് 163 ആയത്തില് അള്ളാഹുവിന്റെ ഏകത്വത്തെ സ്ഥാപിക്കുകയാണ്. വ ഇലാഹുക്കും ഇലാഹും വാഹിദ്, ഏക ഇലാഹായ അള്ളാഹു, അവൻ മാത്രമാണ് നമുക്ക് ആരാധ്യനായിട്ടുള്ളത്. അവൻ തന്നെയാണ് അർ റഹ്മാൻ റഹീം, കാരുണ്യക്കടലായ അള്ളാഹു.
തുടർന്ന് അള്ളാഹു തആല പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലേക്ക് തിരിയാണ് നമ്മള്. ആകാശങ്ങളിലേക്കും ഭൂമിയിലേക്കും രാപ്പകലുകളുടെ മാറിവരലും കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിലും അതുപോലെ ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കി തരുന്ന കാര്യങ്ങളും എല്ലാം അള്ളാഹു തആല നമുക്ക് അറിയിച്ചു തരുന്നത്. അവിടൊക്കെ എന്താണ് നമുക്ക് നൽകിയ അല്ലെ മരണത്തിന് ശേഷമുള്ള ആ ഒരു ജീവിതം അവിടെയെല്ലാം നമ്മളെ ചിന്തിക്കാൻ അള്ളാഹു തആല കൊണ്ടുപോവുകയാണ്. മേഘങ്ങള്, കാറ്റിന്റെ സഞ്ചാരം അല്ലെ, സഞ്ചരിക്കുന്ന മേഘങ്ങള്, സുബ്ഹാനല്ലാഹ്, അതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് അള്ളാഹു തആല പറയുന്നു. അതുപോലെ 168 ആയത്തിൽ അള്ളാഹു തആല നമ്മളെ മനുഷ്യരെ ആകമാനം വിളിച്ച് അള്ളാഹു തആല പറയുന്നത്, യാ അയ്യുഹന്നാസ്, നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ളതിൽ നിന്ന് ഹലാലായത് ഭക്ഷിക്കുക, തൊയ്യിബായിട്ടുള്ളത് ഭക്ഷിക്കുക. ഒരിക്കലും പിശാചിന്റെ കാലടികളെ പിന്തുടരരുത്. കാരണം അവൻ ഇന്നഹൂലക്കും അദുവ്വും മുബീൻ. അള്ളാഹു നമ്മളെ ഉണർത്തുകയാണ്. വ്യക്തമായ ശത്രുവാണെന്ന് നമുക്ക് അള്ളാഹു തആല പറഞ്ഞു തരികയാണ്. അവൻ നമ്മളോട് നീചവൃത്തി, തിന്മകൾക്കാണ് അവൻ പിശാച് പ്രേരിപ്പിക്കുക. അതുകൊണ്ട് അവന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരരുത് എന്ന് വ്യക്തമാക്കി തരാണ്. അതിനെ തുടർന്ന് ആദ്യം മനുഷ്യരോട് അള്ളാഹു തആല പറഞ്ഞെങ്കിൽ വിശ്വാസികളോട് വീണ്ടും ആമനൂ എന്ന് വിളിച്ച് അള്ളാഹു തആല പറയുന്നത് എന്താ അറിയോ? നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് തൊയ്യിബായിട്ടുള്ളത് ഭക്ഷിക്കാൻ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ഈ ഒരു ആഹ്വാനം ഒരുപാട് സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആനിലുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാകണം, തൊയ്യിബാകണം. എന്തും വാരി വലിച്ച് കഴിക്കാന്നുള്ള ആ ഒരു സിസ്റ്റം നമ്മൾ ഒഴിവാക്കണം, അല്ലെ? അത് നമ്മളെ ശരീരത്തിന് അത് തൊയ്യിബാകണം. നമുക്ക് അത് വളരെ കുറഞ്ഞ അളവിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയ അസുഖങ്ങളുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും അവരോട് ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കുക തന്നെ വേണം. അത് വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ നമ്മളെ സ്വന്തം ഇഷ്ടത്തിന് അങ്ങ് ചെയ്യാൻ പാടില്ല. തൊയ്യിബാകണം, അല്ലെ? ചിലതിന്റെ കൂടെ ചിലത് കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ചില നിർദ്ദേശങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ അത് പാലിച്ച് നമ്മളെ ശരീരത്തിന്റെ ആരോഗ്യം നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളെ മേലുള്ള ബാധ്യതയാണ്. അള്ളാഹു മനുഷ്യരെ മുഴുവനും വിളിച്ചു പറഞ്ഞു, വിശ്വാസികളെ പ്രത്യേകം വിളിച്ചു പറഞ്ഞു, അല്ലെ? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അള്ളാഹു തആല എന്താ പറയുന്നറിയോ? നിങ്ങൾ അള്ളാഹ്ക്ക് ശുക്റുള്ളവരാകണം, നിങ്ങൾ അവനെ മാത്രമാണ് ആരാധിക്കുന്നെങ്കിൽ. 182. അതുപോലെ നമ്മുടെ മേൽ അള്ളാഹു തആല നിഷിദ്ധമാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും നമുക്ക് അറിയിച്ചു തരണം, അല്ലെ? ശവം, രക്തം, പന്നിമാംസം, ഇതൊന്നും നമുക്ക് പാടില്ല. എന്നാൽ അവിടെ പോലും എന്തെങ്കിലും തരത്തിൽ നമുക്ക് അവിടെ അത് നിർബന്ധിതാവസ്ഥ വന്നാല് അവിടെ കുറ്റമില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ ആ കാരുണ്യത്തെ നമുക്ക് വിശാലമാക്കി കാണിച്ചു തരികയാണ്, അല്ലെ? സുബ്ഹാനല്ലാഹ്. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഇതൊക്കെ നിഷിദ്ധമാണെങ്കിലും അവിടെ ഒരു മരണഭയം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന, വിശന്ന് വലഞ്ഞ് ആ സന്ദർഭത്തിൽ നമുക്കത് കഴിക്കാം. ഹലാലാണത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹിന്റെ കാരുണ്യത്തെയാണല്ലേ. പിന്നെ അതിനുശേഷം അള്ളാഹു തആല തുച്ഛമായ വിലക്ക് പിന്നെ ദലാലത്ത് വാങ്ങിയിട്ട് ഹുദാക്ക് പകരം ദലാലത്തിന് വാങ്ങുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു തആല പറയും. അവർക്ക് നരകമാണ് അള്ളാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ടാവുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. 177 ആയത്തിൽ അള്ളാഹു തആല പറയുന്നത്, അവിടെ നമ്മൾക്ക് പുണ്യം എന്താണ് എന്നുള്ളത് കൃത്യമാക്കി വരച്ച് കാണിച്ചു തരണം ഈ ഒരു ആയത്തിലൂടെ. അത് പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ആ ഒരു ആയത്തും അതിന്റെ തഫ്സീർ ഒന്ന് വായിക്കണേ. 177. കാരണം ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. എന്താണ് പുണ്യം എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി തരാണ്. അതുപോലെ പ്രതികാര നടപടി എടുക്കുന്ന വിഷയത്തില് ഉള്ള ഒരുപാട് നിയമങ്ങൾ നമുക്ക് ഈ ഒരു സെക്കൻഡ് ജ്യൂസ് ഉണ്ടല്ലോ, ഒരു കുറഞ്ഞ ഒരു അരമണിക്കൂർ കൊണ്ടൊന്നും പറഞ്ഞാൽ തീരുന്നതല്ല. സുബ്ഹാനല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു തആല ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ. ഇന്ന് നമുക്ക് ഖിറാഅത്ത് ടീച്ചർ ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ആയത്തുകളിലേക്ക് എത്തിയപ്പോ നമ്മളോട് പറഞ്ഞുല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല
യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാം, നോമ്പ് നിർബന്ധമാക്കിയതിനെ കുറിച്ച് പറഞ്ഞു. അത് ലഅല്ലക്കും തത്തഖൂൻ, സൂക്ഷ്മത അല്ലെ, തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, പരിശുദ്ധ റമളാൻ നമുക്ക് അല്ലാഹു തആല എത്തിച്ചു തന്നു. അൽഹംദുലില്ലാ, അതിനെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. തഖ്വയുള്ളവരായി തീരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അയ്യാമം മഅദൂദാത്ത്, ചില എണ്ണപ്പെട്ട ദിവസങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. ശരിക്കും പറഞ്ഞാലില്ലേ, നമ്മളിതാ എണ്ണിക്കൊണ്ടിരിക്കുമ്പോ അത് പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും. നമ്മൾ ഓരോരുത്തരും ഈ ഒരു കാര്യത്തില് വളരെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മളിങ്ങനെ വിചാരിക്കലേ ഒരുപാട് കാര്യങ്ങൾ, അത് ചെയ്യണം ഇത് ചെയ്യണം, അങ്ങനെ നമ്മൾ ചിന്തയിൽ നിന്നിങ്ങനെ ഉണ്ടാവുമ്പോ പെട്ടെന്നാണ് ഇത് ഇങ്ങനെ കഴിഞ്ഞു പോവുക. അപ്പോ ആ ഒരു നഷ്ടം വരുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ആകാൻ പാടില്ല. നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മളെ ഓരോ സെക്കൻഡുകളും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. തുടർന്ന് അല്ലാഹു തആല പറയുന്ന ആ എണ്ണപ്പെട്ട ദിവസങ്ങളാണെന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലേ. അതായത് രോഗിയാണെങ്കിൽ, യാത്രയിലാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഒരു ദിവസം അതിനെ ഉപയോഗപ്പെടുത്താന്ന് പറയുന്നുണ്ട് അല്ലേ. പക്ഷെ നിങ്ങൾ നോമ്പെടുക്കുന്നതാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം എന്നുള്ള നിലക്ക് അവിടെ പിന്നെയും പറയുന്നു. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ. എന്നിട്ട് പിന്നെ അല്ലാഹു തആല പറയുന്നത് എന്താ? ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ശരിക്കും ഈ നോമ്പ് നമുക്ക് നമ്മളെ മേൽ പിന്നെ നിർബന്ധമാക്കി എന്ന് അല്ലാഹു തആല പറഞ്ഞ് അത് കൂടെ അല്ലാഹു തആല ഈ ഒരു ആയത്തിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നല്ലേ. റമളാൻ എന്നുള്ളത് എന്താണ്? ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അത് ജനങ്ങൾക്കുള്ള മാർഗദർശനമാണ് അല്ലെ. സത്യാസത്യങ്ങൾ വിവേചിച്ച് നമുക്ക് അറിയിച്ചു തരുന്ന ഈ പരിശുദ്ധ ഖുർആൻ ശരിക്കും ഓരോരുത്തരും ഈ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഖുർആൻ ഒരു തീരങ്ങളിലൂടെ എന്ന് പറയാൻ പറ്റൂല, അതിന്റെ ഒരു കാറ്റ് മാത്രം നമ്മൾ കൊള്ളുന്നതാ അല്ലെ, ഒരു കാറ്റടിക്കുന്നേ ഉള്ളൂ. എന്നാൽ പിന്നെ നമ്മൾ ആഴങ്ങളിൽ ഇറങ്ങി മുത്തും പവിഴങ്ങളൊക്കെ വാരി പെറുക്കണം അതിന്റെ അല്ലെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഈ ഒരു റമളാനിൽ എല്ലാവരും നിയത്ത് വെക്ക, പിന്നെ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് എല്ലാവർക്കും പരിശുദ്ധ ഖുർആനിനെ അതിന്റെ ആഴങ്ങളിൽ ചെന്ന് അതിന്റെ കഴമ്പുകൾ നമുക്ക് ഉൾക്കൊള്ളാനുള്ള തൗഫീഖിന് വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യാം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോ പിന്നെ അവിടെയൊക്കെ അല്ലാഹു തആല പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര അല്ലെ. അള്ളാഹു നമുക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും അല്ലാഹു തആല ഉണ്ടാക്കുന്നില്ല ഒരു പ്രയാസം അള്ളാഹു ഉദ്ദേശിക്കുന്നേ ഇല്ല. സുബ്ഹാനല്ലാഹ്. വലഅല്ലക്കും തഷ്കുറൂന, നമ്മൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അല്ലാഹു തആല പറയുന്ന ഈ ഒരു ആയത്തുണ്ടല്ലോ, 186-ാമത്തെ ആയത്ത്, ഇത് നമ്മൾ ഓരോരുത്തരും നമ്മളെ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട ഒരു ആയത്താണ്. കാരണം അല്ലാഹു തആല പറയുന്ന വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, നമ്മളെ റബ്ബ് എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ചാൽ നീ എന്ത് പറയണം? ഞാൻ ഇത് അടുത്തുണ്ട്, ഞാൻ സമീപസ്ഥനാണ് അല്ലെ. എന്നെ വിളിക്കുന്നവരുടെ വിളി കേൾക്കാൻ വേണ്ടി ഞാനിതാ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്ന് അല്ലാഹു തആല പറയുന്ന ആ ഒരു ആയത്ത് നമ്മൾ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഉണ്ടാണ്. നമ്മളെ റബ്ബ് ഇല്ലേ, യാ അള്ളാ എന്ന് നമ്മൾ വിളിക്കുമ്പോ എന്താ എന്റെ അടിമ അല്ലെ എന്ന് ചോദിച്ചിട്ട് അല്ലാഹു തആല നമ്മൾ അടുത്തുണ്ട് എന്ന് പറയണം. ആ റബ്ബിനെ നമ്മൾ അറിയണം, ആ റബ്ബിനെ നമുക്ക് അറിയാൻ കഴിയണം. അല്ലാഹു തആല ഏറ്റവും നല്ല രൂപത്തിൽ നമ്മളെ റബ്ബിനെ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് പിന്നെ നമുക്ക് നോമ്പില് അനുവദിച്ച കാര്യങ്ങൾ അല്ലാഹു തആല തുടർന്ന ആയത്തുകളിൽ നമുക്ക് പറഞ്ഞു തരുന്നില്ലേ. അതുപോലെ പിന്നെ
നോമ്പ് പൂർത്തിയാക്കേണ്ട കാര്യങ്ങള്, പിന്നെ അതുപോലെ ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ ഭാര്യമാരുമായി സംസർഗം പാടില്ല എന്നുള്ള വിഷയങ്ങൾ അള്ളാഹു തആല നമുക്ക് അറിയിച്ചു തരാം. പിന്നെ നമ്മള് അവിടെ വീണ്ടും വലാ കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, വീണ്ടും അള്ളാഹു തആല ആ ഒരു ഭക്ഷണത്തിന്റെ കാര്യം വീണ്ടും വീണ്ടും നമുക്ക് ഉണർത്തുകയെന്നല്ലേ. സുബ്ഹാനല്ലാഹ്. അത് കഴിഞ്ഞ് പിന്നെ മാസപ്പിറവിയെ കുറിച്ച് ഇല്ലേ, ഹിലാലിനെ കുറിച്ച് അവരെ ചോദിക്കാണ്. ഹിലാലിനെ കുറിച്ച് സുബ്ഹാനല്ലാഹ് ഓരോ ആയത്തും സത്യം പറഞ്ഞാല് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ എന്താ പറയാ, അത്രയ്ക്കൊന്നും നമുക്ക് പറയാൻ സമയമില്ലല്ലേ. എല്ലാരും നേരം 7:30 ഇരുന്നതല്ലേ, ഇപ്പൊ 9 മണിയായി. അതുപോലെ യുദ്ധം, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയമാണ് പിന്നീട് അള്ളാഹു തആല അവിടെ നമുക്ക് അറിയിച്ചു തരുന്നത്. അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന വിഷയം, അവിടെ നമുക്ക് നമ്മളോട് യുദ്ധം ചെയ്യുന്നവരോട് അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനുള്ള അനുവാദമുണ്ട്. പക്ഷെ അവിടെ പോലും പരിധി വിട്ട് പ്രവർത്തിക്കരുത് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. പരിധി വിടുന്നവരെ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. അപ്പൊ ആ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കാം. ഒരു പിന്നെ അതായത് നമ്മൾ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാകണം, അല്ലാതെ പിന്നെ ഒരു കയ്യേറ്റം നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അതിനുശേഷം ഹജ്ജിനെ കുറിച്ച് ഇല്ലേ, ഹജ്ജിന്റെയും ഉംറയുടെയും കാര്യം നമുക്ക് അറിയിച്ചു തരാം. ഹജ്ജും ഉംറയും പൂർത്തിയാക്കേണ്ട വിഷയം. സുബ്ഹാനല്ലാഹ്. പരിപൂർണമായ നിലയിൽ അള്ളാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും നിർവഹിക്കുക എന്നുള്ളത് അല്ലേ. അവിടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ഹജ്ജ് എന്നുള്ളത് അല്ലെ, അത് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു കർമ്മം. അത് നമ്മൾ ഓരോരുത്തരുടെ മേൽ നിർബന്ധമാണ് അല്ലെ. അത് നമുക്ക് സാമ്പത്തികവും ശാരീരികവും വഴിയാലും മുതലാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായും ഓരോരുത്തരുടെ മേൽ എന്താണ്, അത് നിർബന്ധമാണ്. നമ്മളത് പൂർത്തിയാക്കണം, അത് ചെയ്യണം. ഹജ്ജിന്റെ മാസങ്ങൾ എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട മാസങ്ങളാണ് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ പിന്നെ വിശദമായ വിശദീകരണങ്ങളിലേക്ക് നിങ്ങൾ സൗകര്യപ്പെടുന്നവർ അതിലേക്ക് പോകണം കേട്ടോ. പിന്നെ അവിടെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ, നമ്മൾ ഹജ്ജിന് വേണ്ടി പാതയും യാത്രാ വിഭവങ്ങൾ ഒരുക്കുമല്ലോ, അതിൽ ഏറ്റവും നല്ല വിഭവം എന്നുള്ളത് തഖ്വയാണ്. സുബ്ഹാനല്ലാഹ്. ഏതൊരു കർമ്മം എടുത്തു നോക്ക്, അവിടെ ഒക്കെ ഈ തഖ്വയായിട്ട് കണക്ഷൻ വരുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ പരിശുദ്ധ റമളാനിൽ നേടിയെടുക്കുന്ന ഓരോ ഈമാനോട് കൂടിയിട്ടുള്ള ആ തഖ്വ അള്ളാഹു നമ്മുടെ ജീവിത അവസാനം വരെ നിലനിർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഹജ്ജിൽ നിന്ന് വിരമിക്കുന്ന സന്ദർഭത്തിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത് അറിയോ? വസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹിനോട് പാപമോചനം തേടാൻ. അതുപോലെ തന്നെ അതിനുശേഷം അതിനേക്കാളും നമ്മൾ അള്ളാഹിനെ ഓർമ്മിക്കാനാ പറയുന്നത്. ഏതൊരു കർമ്മവും അല്ലെ, ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റാ എന്ന് പറയുന്നത് 200-ാമത്തെ ആയത്തില്. എന്നിട്ട് അവിടെ വളരെ ശ്രദ്ധേയമായ 2 ആയത്തുകൾ നമ്മൾ എപ്പോഴും പറയുന്ന ആയത്തുകളാണ്. അതിന്റെ ഒരു ഭാഗം എന്താ അറിയോ, ഫമിനന്നാസി മൻ യഖൂലു റബ്ബന ആതിന ഫിദ്ദുനിയ. മനുഷ്യരിൽ ചിലരുണ്ട്, അവരെന്ത് പറയും, അള്ളാഹുവേ ഞങ്ങൾക്ക് ദുനിയാവിൽ തരണേ. വെറും ദുനിയാവ് മാത്രം ചോദിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ അള്ളാഹു തആല പറയുന്നത്, വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവർക്ക് പരലോകത്ത് ഒരു ഓഹരി ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ഇതാവണം നമ്മുടെ പ്രാർത്ഥന. വളരെ നല്ല പ്രാർത്ഥനയാണ്. പരിശുദ്ധ ഖുർആനിൽ വന്ന പ്രാർത്ഥനയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. നമുക്ക് ദുനിയാവും ആഖിറവും നരകമോചനവും ഒക്കെ ചോദിക്കുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ ചോദിക്കുക, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക.
പിന്നെ ഹജ്ജിന്റെ വേളയിൽ അവിടെ പിന്നെ അള്ളാഹു തആല നമുക്ക് വേണമെങ്കിൽ ആ ഒരു പിന്നെ ഒരു ദിവസം നേരത്തെ നമുക്ക് അവിടുന്ന് തിരിച്ചു പോകാന്നുള്ളൊരു അനുവാദം കൂടി കൊടുക്കുന്നുണ്ട്. ഹജ്ജിന്റെ അവസരം പിന്നെ 13 ആ ഒരു ദിവസം വരെ നിൽക്കണമെന്നില്ല. ഒരു ദിവസം നേരത്തെ മടങ്ങുന്നതിന് വിരോധമില്ല എന്നുള്ള നിലക്കുള്ള ഭാഗങ്ങളാണ് അവിടെ പറയുന്നത്. പിന്നെ അതിനുശേഷം വരുന്ന ഓരോ ഭാഗങ്ങളും സുബ്ഹാനല്ലാഹ് 207 ഓരോരുത്തരും നമ്മൾ ഓർക്കണം. അവിടെ അള്ളാഹു തആല പറയുന്ന അറിയുക മിനന്നാസി മയ്യശ്രീ നഫ്സഹു ബിതിഗാ മർദാത്തില്ല, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ച് സ്വന്തത്തെ വിൽക്കുന്ന ആളുകൾ. ഈ ഒരു ആയത്തിന്റെ അവതരണ പശ്ചാത്തലം പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്താണെന്നറിയോ? പിന്നെ ഒരു സഹാബിയുടെ ചരിത്രം പറയുന്നുണ്ട്. സുഹൈബ് റൂമി എന്ന് പറയുന്ന ഒരു സഹാബി, അദ്ദേഹത്തിന്റെ പിന്നെ സ്വത്തും സമ്പത്തും എല്ലാം അവിടെ ഉപേക്ഷിച്ച് അള്ളാന്റെ മാർഗത്തിലേക്ക് പോകുന്ന ആ ഒരു സംഭവം അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞാൽ റബിഹൽ ബൈ, എത്ര ലാഭകരമായ കച്ചവടമാണ്. അപ്പം പിന്നെ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാകണം നമ്മൾ ഓരോരുത്തരും എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ വിൽക്കുന്നത് വാങ്ങുന്നത് എല്ലാം റബ്ബിന്റെ തൃപ്തി ആഗ്രഹിച്ചായിരിക്കണം. എന്നിട്ട് അള്ളാഹു തആല പറയും നമ്മൾ പരിപൂർണമായും ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക, ഒരിക്കലും പിശാചിന്റെ കാലടികളെ പിന്തുടരരുത് എന്ന്. അത് നമ്മളോട് ആവർത്തിച്ച് അള്ളാഹു തആല ഓർമ്മിപ്പിക്കുകയാണ് അല്ലേ. ആ ഒരു വിഷയം നമ്മൾ ഓർമ്മിക്കുക. പിന്നെ 214-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, എന്തെന്നറിയോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എളുപ്പത്തിൽ അങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കാം? അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് വന്നിട്ടുള്ളത് പോലെയുള്ള പ്രയാസങ്ങൾ അല്ലെ, ബുദ്ധിമുട്ടുകൾ, പരീക്ഷണങ്ങൾ വരാതെ അവർക്ക് അത്രയും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്ന് അവർ ചോദിക്കുന്നില്ല, അവർ റസൂലിനോട് ചോദിക്കും മത്താ നസ്റുല്ലാഹ്, എപ്പോഴാ ഞങ്ങളുടെ റബ്ബിന്റെ സഹായം ഞങ്ങൾക്ക് ഉണ്ടാകുക എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ ഇത് പറയുന്നുണ്ട് അല്ലെ. എന്നാ അള്ളാഹു തആല പറയുന്നുണ്ട് എന്ത്? അല ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അള്ളാഹുവിന്റെ സഹായം അടുത്ത് തന്നെ ഉണ്ടാകും എന്ന് പറയുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവരിങ്ങനെ ഓരോരുത്തർ ചോദിക്കുന്ന കാര്യം അല്ലെ, എന്ത് ചെലവഴിക്കണം, യസ്അലൂന മാദാ യുൻഫിഖൂൻ, യസ്അലൂനക അനിശ് ശഹരിൽ ഹറാം, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ, നേരത്തെ ടീച്ചർ പറഞ്ഞില്ലേ, അതിൽ ഒന്ന് മാത്രമേ വയസ്അലൂനക വരുന്നുള്ളൂ അല്ലെ, ബാക്കിയെല്ലാം എന്താണ്? യസ്അലൂനകയാണ്. അപ്പൊ അത് നമ്മള് മനസ്സിലാക്കാതെ ഹിഫ്ള് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. കുറേ യസ്അലൂനക വരുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ അല്ലെ, അവർ ചോദിച്ചറിയാൻ. അതൊക്കെ നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് തഫ്സീർ എടുത്ത് നോക്കാട്ടോ, ഓരോ വിഷയങ്ങൾ അവിടെ. പിന്നെ 216-ാമത്തെ ആയത്ത്, അത് വളരെ നമ്മളെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ആയത്തുകളാണ് ഇതൊക്കെ. അവിടെ എന്താ അല്ലാഹു തആല പറയുന്നറിയോ? കുതിബ അലൈക്കുമുൽ ഖിതാൽ വഹുവ കുർഹു ലക്കും, നിങ്ങളുടെ മേലെ യുദ്ധം നിർബന്ധമാക്കി, അത് നിങ്ങൾക്ക് പ്രയാസമായിരിക്കും അല്ലെ. പക്ഷെ അല്ലാഹു തആല പറയുന്നത് എന്താ അറിയോ? വഅസ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറു ലക്കും, ചില കാര്യം നിങ്ങൾക്ക് പ്രയാസമായിരിക്കും, നിങ്ങൾ ഇഷ്ടപ്പെടൂല, വെറുക്കുന്നതായിരിക്കും, പക്ഷെ അത് നിങ്ങൾക്ക് ഹൈറായിരിക്കും. ചിലത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാവും, പക്ഷെ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഷർറായിരിക്കും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അള്ളാഹ്ക്ക് അറിയാം, നിങ്ങൾക്ക് അറിയൂല. ഇത് നമ്മളെ ജീവിതത്തിനോട് ചേർത്ത് വെക്കേണ്ട എല്ലാ ആയത്തുകളും നമ്മളെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ടത് തന്നെയാണ്. നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. എന്നാൽ ഈ ഒരു ആയത്ത് വളരെ നമ്മൾ കൊണ്ടു നടക്കണം. എന്താ അറിയോ? നമ്മൾ ചില കാര്യങ്ങൾ ആഗ്രഹിക്കും, നമുക്കത് കിട്ടൂല, അപ്പൊ നമുക്ക് ഭയങ്കര നിരാശയായിരിക്കും. ഒരിക്കലും നമുക്ക് നിരാശപ്പെടാൻ പാടില്ല അവിടെ. കാരണം എന്താ അറിയോ? അതിലെ ഹൈർ എന്താ നമുക്ക് അറിയൂല. ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ദ്വാ ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ നമുക്ക് അതിൽ വിഷമം വരും. ഒരിക്കലും പാടില്ല. കാരണം എന്താ? നമ്മൾ ഇഷ്ടപ്പെടുന്ന വിചാരിച്ച് അത് ഹൈറാവണം എന്നില്ല അല്ലെ. അള്ളാഹ്ക്കേ അറിയൂ അത്. വല്ലാഹു യഅലം വഅൻതും ലാ തഅലമൂൻ, നമുക്കൊന്നും അറിയൂല. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ റബ്ബ് അല്ലെ, നമ്മളെ സൃഷ്ടിച്ച നമ്മളെ റബ്ബിനെ അറിയൂ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് നമുക്ക് കിട്ടിയതിൽ നമുക്ക് വന്ന കാര്യം എന്താണെങ്കിലും അതിൽ സംതൃപ്തിപ്പെടുന്ന ഒരു മനസ്സുണ്ടാകണം. റിളാ ബിൽ ഖലാന്ന്, നമുക്കല്ല പിന്നെ എന്താണോ
അള്ളാഹു താല തന്നിട്ടുള്ളത്, അതില് നമുക്ക് എന്തുണ്ടാകണം? ആ ഒരു സംതൃപ്തി ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ ഒരു തൃപ്തിപ്പെടുന്ന ഒരു മനസ്സിന്റെ ഉടമകളാകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെന്താ, പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ അലൂനക്കയിൽ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് നോക്കുക കേട്ടോ. പിന്നെ അതുപോലെ നമ്മള് ആർത്തവ സംബന്ധമായ വിഷയങ്ങൾ, സുബ്ഹാനല്ലാഹ്, സ്ത്രീകൾക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ അനാഥകളോട്, യതീമിനോട് എങ്ങനെ നമ്മളെ നിലപാടുകൾ എങ്ങനെ ആയിരിക്കണം എന്ന് 220-ാമത്തെ ആയത്തിൽ പറയുന്നു. 222-ാമത്തെ ആയത്തിൽ ഹൈലുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നു. അതുപോലെ 223-ാമത്തെ ആയത്തിലെ സ്ത്രീകൾ എങ്ങനെ ആയിരിക്കണം, ഒരു ഭാര്യ ഭർത്താവ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ആ ഒരു കാര്യം, സുബ്ഹാനല്ലാഹ്, ശരിക്കും ഈ ആയത്തുകളുടെ ഒക്കെ വിശദീകരണങ്ങൾ ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോ ഭയങ്കര ആശ്ചര്യം തോന്നിപ്പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് പിന്നെ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇതൊക്കെ അള്ളാഹ് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോ അള്ളാഹു തആല എത്രമാത്രം നമ്മളെ കാര്യങ്ങളിലെ സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഓരോ വിഷയങ്ങളും നമ്മളെ മനസ്സിലാക്കാം. പിന്നെ അതിനുശേഷം ത്വലാഖിന്റെ വിഷയങ്ങളാണ് വരുന്നത്. സുബ്ഹാനല്ലാഹ്, ത്വലാഖ് അല്ലെ, അത്വലാഖു മർറത്താൻ, ഓരോ ത്വലാഖ് എന്ന് പറഞ്ഞാൽ വളരെ വിശദമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എങ്ങനെ എപ്പോഴൊക്കെ തലാഖ് ചെയ്യാം, തലാഖ് ചെയ്താൽ എന്തിനു ശേഷം അവൻ എന്ത് നിലപാടാണ് അവൻ സ്വീകരിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം അവർ ചിലവ് കൊടുക്കേണ്ട വിഷയം അല്ലെ, അങ്ങനെ 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 മഹർ തിരിച്ചു വാങ്ങാൻ പറ്റുമോ പറ്റൂലേ, എങ്ങനെയുള്ളവരോടാണ്, ഏത് സമയത്താ പറ്റുക, എന്തെല്ലാം കാര്യങ്ങളാണല്ലേ. സുബ്ഹാനല്ലാഹ്, ത്വലാഖ് ചെയ്താലും അവരോട് ഏറ്റവും നല്ല രീതിയിൽ നിൽക്കണം എന്നാണ് അള്ളാഹു തആല പറയുന്നത്. അള്ളാഹുവിന്റെ ആ കൽപ്പനകള് ഇതൊക്കെ ഓരോരുത്തരും ശരിക്ക് പഠിക്കണം. ഈ ഭാഗങ്ങൾ ത്വലാഖ് ചെയ്ത് കഴിഞ്ഞാൽ, വിവാഹമോചനം ചെയ്തിട്ട് അവര് കുട്ടികളാണെങ്കിൽ ആ മുല കൊടുക്കുന്ന വിഷയം പോലും സുബ്ഹാനല്ലാഹ് ആ ഒരു പൂർത്തിയാക്കി കൊടുക്കണമെന്നും, ആ മുല കൊടുക്കുന്ന ഉമ്മാക്ക് അതിന്റെ ചെലവിന്, പിന്നെ ഈ ത്വലാഖ് ചെയ്ത ആള് ആ ചെലവിന്റെ കാര്യങ്ങൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയോ. ഇതിലൂടെ നമുക്ക് അതിൽ പരസ്പരം കൂടിയാലോചന നടത്തണമെന്നും, ഒരു മുഷാവറന്റെ ഒരു ഇതും, എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല വളരെ നല്ല രൂപത്തിൽ അള്ളാഹു തആല നമുക്ക് വിശദീകരിച്ച് തരികയാണ്. വലിയ വിഷയമാണ് ഈ ത്വലാഖ്. പിന്നെ അപ്പൊ അത് പഠിക്കന്നെ ചെയ്യണം, നമ്മൾ അറിയന്നെ ചെയ്യണം. ഒരു പിന്നെ അന്യായം നമുക്ക് അവിടെ പ്രവർത്തിക്കാൻ പാടില്ല. ഇന്ന് നമ്മളെ നാട്ടില് ഒരാള് ത്വലാഖ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല അല്ലെ. ശരിക്കും അതൊക്കെ വലിയ തെറ്റാണ്. കുറേ നിയമങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്. അതൊക്കെ നമ്മൾ എന്താക്കണം, ശ്രദ്ധിക്കണം, അറിയണം, പഠിക്കണം. ഈ ആയത്തുകളൊക്കെ നമ്മൾ പഠിക്കണം നിർബന്ധമായി. നമ്മൾ ഈ നിയമങ്ങളൊക്കെ പഠിക്കുകയും ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ അള്ളാഹു തആല അനുവദിച്ച ഒരു നിയമം, അത് അള്ളാഹു തആല ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ്. പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരുമിച്ച് പോകാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ഹൈർ. തീരെ ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അനുവദിച്ച ഒരു വിഷയമാണ് എന്ത്, ഇത് വെച്ചാല് ശരിക്കും അവകാശമാണ്, സ്ത്രീകൾക്കുള്ള ഒരു അവകാശമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. പിന്നെ 238-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പിന്നെ നമസ്കാരത്തെ സൂക്ഷിച്ചു പോരേണ്ട വിഷയത്തെ കുറിച്ച് പറയുന്നു അല്ലെ. അവിടെ യാത്രയിലാണെങ്കിൽ, വാഹനപ്പുറത്താണെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് നിസ്കരിക്കാന്നുള്ള ആ ഒരു പാഠം കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നല്ലേ. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് അറിയാനുള്ളതെന്നറിയോ. ഒക്കെ നമ്മൾ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാകണം. വിശദമായ തഫ്സീർ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവര് പിന്നെ അഡ്മിനെ കോണ്ടാക്ട് ചെയ്താൽ അതിന്റെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് വളരെ വിശദമായ രീതിയിൽ ഇപ്പൊ സൂറത്തുൽ ബഖറ 75 ആയത്തുകൾ കഴിഞ്ഞ്, എന്നാലും ബാക്കി കണ്ടിന്യൂ ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ ജസ്റ്റ് ഇൻഷാ അല്ലാഹ് റമദാൻ ഇപ്പൊ നടക്കുന്നുണ്ട്, റമദാനിലും നടക്കുന്നുണ്ട്. ഓരോ ആയത്തുകളിലും നമുക്ക് ഒരുപാട് പാഠങ്ങൾ അറിയാനും പഠിക്കാനും ഉണ്ട്. സമയം കുറെ ആയിപ്പോയി അല്ലെ. 2 കാര്യങ്ങൾ ബാക്കി, കുറച്ചും കൂടെ ഉള്ളു, അല്ലെങ്കിൽ 2 പേജും കൂടെ ഉള്ളു, പറഞ്ഞു നിർത്താം. അപ്പം നമസ്കാരത്തിന്റെ വിഷയം പറഞ്ഞു. പിന്നെ 245-ാമത്തെ ആയത്ത് വളരെ നമ്മൾ ഓർക്കേണ്ട ഒരു ആയത്താണ്. അത് അല്ലാഹു തആല എന്താ പറയുന്നത്, മൻ ദല്ലദീ യഖ്രിദുല്ലാഹ ഖർദൻ ഹസന ഫയുദാഇഫഹു ലഹു അദ്ആഫൻ കസീറ. ആരാണ് അള്ളാഹ്ക്ക് കടം കൊടുക്കാൻ തയ്യാറുള്ളത്, അവൻ അല്ലാഹു തആല ഇരട്ടി ഇരട്ടിയായിട്ട് അല്ലാഹു തആല നൽകുന്നു പറയും. ധാരാളം ഇരട്ടികളായിട്ട് അല്ലാഹു തആല നൽകും. സുബ്ഹാനല്ലാഹ്. അള്ളാഹ്ക്ക് കടം കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സദഖ ചെയ്യാം, അള്ളാന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാം.
ഒരു പാവപ്പെട്ട ഒരാൾക്ക് നമ്മൾ സദഖ കൊടുക്കുമ്പോ നമ്മൾ കൊടുക്കുന്ന ആ ദാനം ഉണ്ടല്ലോ, ആദ്യം നമ്മൾ റബ്ബിന്റെ കൈകളിലേക്കാണ് വീഴുന്നെന്ന് പറയുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. വല്ലാഹു യഖ്ബിലു വയബ്സുതു വഇലൈഹി തുർജഊൻ. അല്ലെ, അള്ളാഹു ഇങ്ങനെ കൈകൾ ഇങ്ങനെ നീട്ടി നിൽക്കുന്നുണ്ട്. അവനിലേക്കാണ് നമ്മൾ ഓരോരുത്തരും മടങ്ങി പോകേണ്ടവര്. അപ്പം കടം കൊടുക്കാന്നുള്ളത് അള്ളാഹ്ക്ക് കൊടുക്കേണ്ട, അള്ളാഹുവിനുള്ള കടം എന്ന് പറഞ്ഞ ദാനധർമ്മങ്ങൾ, സദഖ, സക്കാത്ത് തുടങ്ങിയ എല്ലാം തന്നെ നമ്മൾ ഇത്ര കൊടുക്കുന്നോ അത് അള്ളാഹ് ഇരട്ടി ഇരട്ടിയായിട്ട് ധാരാളം ഇരട്ടികളായിട്ട് തരുന്നോ പറഞ്ഞത്. അത് റമളാനിലും കൂടി ആണെങ്കിലോ അല്ലെ, സുബ്ഹാനല്ലാഹ്, അത് കണക്കില്ലാത്തതാ. നമുക്ക് എത്ര കുറച്ച് നമ്മൾക്കുള്ളെങ്കിലും അതിൽ നിന്ന് സദഖ കൊടുക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം കേട്ടോ. അത് പ്രാധാന്യത്തെ നമുക്ക് ഇവിടെ അറിയിച്ചു തരുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് മൂസ അലി ഇസ്ലാമിന് ശേഷമുള്ള ബനീ ഇസ്രായേലിലേക്ക് അള്ളാഹു തആല ഒരു പ്രവാചകനെ നിയോഗിച്ച ആ ഒരു സംഭവമാണ് പറയുന്നത്. പിന്നെ അവിടെ താലൂത്തിന്റെ ആ ഒരു വിഷയം അല്ലെ, താലൂത്തിന്റെ ആ കാര്യങ്ങളൊക്കെ അള്ളാഹു തആല അവിടെ പറയുമ്പോ പിന്നെ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നിയോഗിക്കുകയും പിന്നെ ജാലൂത്തിനെ വധിക്കുകയും ചെയ്ത ആ ഒരു ചരിത്രമാണ് ഈ പിന്നെ 246 മുതൽ 48 49 ആയത്തുകൾ, 49-50 ആയത്തുകളിൽ അല്ലെ, 51 വരെയുള്ള ആയത്തുകളിൽ പറയുന്നത്. അതും വലിയൊരു ചരിത്രമാണ്. നമുക്കത് പിന്നെ വിശദമായിട്ട് പറയാൻ സാധിക്കൂല. പിന്നെ ആ ഭാഗങ്ങൾ മനസ്സിലാക്കുക അല്ലെ. അവിടെ ഈ ത്വാലൂത്തിന്റെ വിഷയത്തില് ഒരു സംഭവം പറയുന്നുണ്ട്, അത് മാത്രം പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. 249 ആയത്തില് പിന്നെ അവരോട് പറയുന്നുണ്ട് അല്ലെ, അള്ളാഹു തആല നിങ്ങളെ പരീക്ഷിക്കും. അവര് അത്രയും കഠിനമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോ ഒരു പുഴ അല്ലെ, ആ നദിയിൽ നിന്ന് നിങ്ങൾ പിന്നെ കുടിക്കരുത് എന്ന് അവരോട് പറയുന്നുണ്ട്. ഒരു ഉർഫത്ത് അല്ലെ, ഒരു കൈക്കുമ്പിള് അല്ലാതെ പിന്നെ നിങ്ങൾ അതിൽ നിന്ന് കുടിക്കരുത് എന്ന് പറയുന്നുണ്ട്. ആരെങ്കിലും അങ്ങനെ ചെയ്താല് അവരൊക്കെ അവരെന്നിൽപ്പെട്ടവരല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, കുറച്ചാളുകൾ മാത്രം അല്ലെ, കുറച്ചാളുകൾ ഒഴികെ ബാക്കി എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു എന്നുള്ള ഒരു വലിയൊരു പരീക്ഷണത്തെ അവിടെ പിന്നെ പറയുന്നുണ്ട് അല്ലെ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും വല്ലാഹു മഅസ് സാബിരീൻ പറയുന്നുണ്ട്. വലിയൊരു സംഘത്തെ ചെറിയൊരു സംഘം പിന്നെ അതിജയിച്ച ആ ഒരു സംഭവത്തെ അല്ലാഹു തആല അവിടെ ഉണർത്തിക്കൊണ്ട് അവരോട് പറയുന്നുണ്ട്, ക്ഷമാലുക്കളുടെ കൂടെയാണ് അള്ളാഹു ഉണ്ടാകുക എന്നുള്ളത്. എന്നിട്ട് അവിടെ അവർ നടത്തിയ വലിയൊരു പ്രാർത്ഥന അല്ലെ, റബ്ബന അഫ്രിഗ അലൈനാ സബ്റൻ വസബ്ബിത് അഖ്ദാമന വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. നല്ലൊരു പ്രാർത്ഥനയാണ്, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രാർത്ഥനയാണിത്. എന്താണ് അവിടെ പറയുന്നത്? അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ ക്ഷമ നൽകണേ അല്ലെ, ഞങ്ങളുടെ കാൽപാദങ്ങൾ നീ ഉറപ്പിച്ചു നിർത്തണമേ, കാഫിര്യങ്ങളായ ജനതയിൽ നിന്ന് ഞങ്ങളെ നീ സഹായിക്കണമേ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ അള്ളാഹുവിന്റെ സഹായം അവർക്ക് ഉണ്ടായില്ലേ. ദാവൂദ് അലൈഹിസ്സലാം ജാലൂത്തിനെ വധിച്ച ആ ഒരു സംഭവം, അള്ളാഹു ഏറെ ഔദാര്യവാനാണെന്ന് പറയുന്നത്. ഇതൊക്കെയും എന്താണ് പറയുന്നത്? തിൽക ആയാതുല്ലാഹ് നത്ലൂഹാ അലൈക ബിൽ ഹഖ് വ ഇന്നക ലമിനൽ മുർസലീൻ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് ഇതൊക്കെ. അള്ളാഹു തആല അല്ലെ ഇതൊക്കെ സത്യപ്രകാരം അള്ളാഹു തആല ഓതി കേൾപ്പിച്ചു തരാണ്. വ ഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായും നീ അള്ളാഹു നിയോഗിക്കപ്പെട്ടവരിൽ ഒരാളാകുന്നു. അപ്പൊ പിന്നെ നമ്മൾ ഓരോരുത്തരും ഈ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ ഒരുപാട് ഖുദ്റത്തുകളെയാണ് അള്ളാഹു തആല നമുക്ക് അറിയിച്ചു തരുന്നത്. ഓരോ ആയത്തുകളിലൂടെ സുബ്ഹാനല്ലാഹ് പറഞ്ഞ ഓരോ കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതുപോലെ തന്നെ തുടർന്നുള്ള ജുസുകളിൽ നിന്നുള്ള സമ്മറി ഏറ്റവും നല്ല രൂപത്തിൽ പറയാൻ അള്ളാഹു എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമുക്ക് പരിശുദ്ധ ഖുർആനിന്റെ ഒരു ചെറിയ രൂപത്തിൽ ഇതിന്റെ ഉള്ളടക്കം മനസ്സിലാക്കാന്നുള്ള ഒരു ലക്ഷ്യത്തോട് മാത്രമാണ്. പക്ഷെ ഈ സെക്കൻഡ് ജ്യൂസ് പറഞ്ഞപ്പോൾ കുറച്ചധികം പറഞ്ഞു പോയി, എല്ലാവരും ക്ഷമിക്കണം. പറഞ്ഞ കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ എല്ലാവർക്കും ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് അള്ളാഹു തആല എത്തിക്കട്ടെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.